പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ടെറസിൽ കോവലയിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കായ് പിടിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ടെറസിലെ ഓരോ കാര്യങ്ങൾ കാണിക്കുമെങ്കിലും ഒരു വലിയ രീതിക്കുള്ള വിളവെടുപ്പ് ഇതുവരെയും ഞാൻ കാണിച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിളവെടുത്ത് കഴിഞ്ഞ് എനിക്ക് ഇത് വീഡിയോ എടുക്കാനുള്ള ആൾക്കാരൊക്കെ മേളിൽ വരാറുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഞാൻ നോക്കി നിൽക്കാറില്ല, ഞാൻ വിളവെടുക്കും. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ പയറെടുത്ത് വെണ്ടക്കയൊക്കെ എടുത്തിരുന്നപ്പോഴത്തേക്കും ഫോണുമായിട്ട് വന്നപ്പോഴത്തേക്കും ഞാനപ്പോൾ എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടി എടുത്തേക്കാന്ന് വെച്ചു. ഇതുകൊണ്ട് വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുള്ള മുഴുപ്പുണ്ട് കേട്ടോ. ആനക്കൊമ്പൻ വെണ്ടയാണെന്ന് തോന്നുന്നു, ചുവപ്പ്. ഞാൻ ആനക്കൊമ്പൻ വെണ്ടയുടെ പച്ചയെ കണ്ടിട്ടുള്ളൂ, ചുവപ്പ് ആദ്യമായിട്ടാണ് ആനക്കൊമ്പൻ വെണ്ട ഞാൻ കാണുന്നത്. ചുവപ്പ് വെണ്ട സാധാ കണ്ടിട്ടുണ്ട്, എങ്കിലും ഇത്ര മുഴുത്തത് ആദ്യമായിട്ടാട്ടോ എനിക്ക് ഉണ്ടാകുന്നതും ഞാൻ കാണുന്നതും. പിന്നെ പയറാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പയർ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 1/2 കിലോയ്ക്ക് മേൽ ഒരു 1-2 ദിവസങ്ങളിൽ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത നമ്മളിപ്പോൾ ഈ പയറിപ്പം ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1-2 ആഴ്ചയോളമായി. അപ്പം അടുത്ത സെറ്റ് പയർ ഞാൻ വെച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പയറെന്ന് പറയുന്ന ചെടി നമ്മൾ വിളവെടുത്ത് തുടങ്ങുമ്പോൾ തന്നെ അടുത്ത വിത്ത് നമ്മൾ ഇട്ടോളണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ആ ഒരു കുറച്ച് നാളത്തെ വിളവേ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പയർ പെട്ടെന്ന് പോകും കേട്ടോ. അപ്പം പയർ ഞാൻ വെച്ചിട്ടുണ്ട് നല്ല രീതിക്ക്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ ആദ്യം ടെറസ് കൃഷി തുടങ്ങുന്ന സമയത്ത് ഞാൻ കരിയിലയും നമ്മുടെ വീട്ടിലെ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ വേസ്റ്റും ചാരവും അതൊക്കെ മാത്രമേ, ചാണകവും ഒക്കെ മാത്രമേ ഞാൻ ഉപയോഗിച്ചിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, തെറ്റില്ലാത്ത രീതിക്കൊരു വിളവ് നമുക്ക് കിട്ടി കേട്ടോ. അപ്പം കഴിഞ്ഞ ആ ഒരു ടെറസിലെ കൃഷിയുടെ സമയത്ത് ഞാൻ കുറച്ച് ഉള്ളി വെച്ചിരുന്നു. അപ്പം ഞാനിങ്ങനെ ഈ ഉള്ളിക്ക് കേട്ടിരുന്നു, ഉള്ളിക്ക് നല്ല രീതിക്ക് വളം ചെയ്യണം, എങ്കിൽ മാത്രമേ ഉള്ളി ഉണ്ടാവുകയുള്ളൂ, ഇല്ലെങ്കിൽ ചുമ്മാ ഇല ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയുള്ളൂ, അധികം ഉള്ളി പിടിക്കുകയില്ല എന്ന് പറഞ്ഞ കാരണം ഞാൻ കഴിഞ്ഞ വർഷം വേപ്പും പിണ്ണാക്കും, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി ഇതൊക്കെ വാങ്ങിയിരുന്നു. നമ്മൾ ചേനയൊക്കെ വെക്കുമ്പോൾ മാത്രശാല എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കൊക്കെ ഇടുന്നതെന്നല്ലാതെ ഒത്തിരി എൻ്റെ കൃഷിയിൽ അങ്ങനെ ഇങ്ങനെയുള്ള വളങ്ങളൊന്നുമില്ല. നമ്മുടെ സാധാ ചാരവും ഇച്ചിരി ചാണകം കലക്കിയതും അങ്ങനെയൊക്കെ ഞാൻ ഒഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് തന്നെയായിരുന്നു ഞാൻ എപ്പോഴും വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് വരുന്നത്. പക്ഷേ ഇപ്രാവശ്യവും ഞാൻ 1 കിലോ വേപ്പ് പിണ്ണാക്കും 1 കിലോ കടലപ്പിണ്ണാക്കും മേടിച്ചു. ഞാൻ എല്ലാത്തിൻ്റെയും ചുവട്ടിൽ കുറേശ്ശെ ഒഴിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നമുക്ക് കിട്ടുന്ന വിളവ് നല്ല വ്യത്യാസം എനിക്ക് വന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, പൂക്കാൻ തുടങ്ങുന്ന സമയത്തൊക്കെ നല്ല രീതിക്ക് ഈ വേപ്പ് പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ചാരമൊക്കെ ഇട്ട് ഞാൻ പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പം നല്ല രീതിക്ക് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പയറൊക്കെ ആണെങ്കിൽ നമ്മൾ വൈകുന്നേരം പയറിനകത്ത് ഒക്കെ നമ്മൾ കുറേശ്ശെ ഇത് 1 കപ്പ് ഇതിൻ്റെ മിശ്രിതം എടുത്ത് ഇച്ചിരിയേറെ വെള്ളത്തിലൊഴിച്ച് നമ്മൾ ഇത് പയറിൻ്റെയൊക്കെ ചുവട്ടിൽ തലേ ദിവസം വൈകുന്നേരം ഒഴിച്ചിട്ട് പോയാൽ പിറ്റേ ദിവസം നമുക്ക് ആ പയറിൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. നമ്മൾ ആഴ്ചയിലല്ലോ 1-1.5 ആഴ്ചയിൽ വളം ചെയ്യുമെന്ന് പറയുന്നതിന് പകരം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കുറേശ്ശെ ഇതൊക്കെ കലക്കി ഒഴിച്ചാൽ, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നനക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറേശ്ശെ ഒഴിച്ചാലും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്കത് മനസ്സിലായി. അപ്പം അത് മനസ്സിലായത് കാരണം ഞാൻ മറ്റുള്ള കൃഷികളിലോട്ടൊക്കെ അത് ഞാൻ ഒഴിക്കാനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിക്കുള്ള വിളവ് കിട്ടുന്നുണ്ട്. അതിലും സന്തോഷമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നില്ലെങ്കിൽ ഒരു 50 രൂപയുടെ പച്ചക്കറിയെങ്കിലും ഞാൻ ദിവസം വിൽക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഒത്തിരി സന്തോഷം. കാര്യം എന്നാന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു തയ്യലിൻ്റെ യൂണിറ്റുള്ള കാരണം നമുക്ക് അവത്തിൽ നിന്ന് ചെറിയൊരു വരുമാനം ഉണ്ടെങ്കിൽ പോലും ഞാനും ഹസ്ബൻഡും എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു കാര്യമാണത്. പക്ഷേ എൻ്റെ മനസ്സിനിണങ്ങിയ ഒരു ജോലിയിൽ നിന്നും ഒരു 10 രൂപ അത് നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം, അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. ഞാൻ നേരത്തെയും മുളകും അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുമെങ്കിൽ പോലും ഇങ്ങനെ ഞാൻ തന്നെയായിട്ട് വെച്ച് ഉണ്ടാക്കിയൊരു സാധനം വിറ്റ് കയ്യിൽ കാശ് കിട്ടുന്നത് ഇപ്പം എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഏകദേശം കോവക്കയൊക്കെ തന്നെയാണെങ്കിലും എനിക്ക് ഒരു 1-2 ദിവസങ്ങളിൽ കൊടുക്കാൻ കിട്ടുന്നുണ്ട്. വഴുതനങ്ങ അത്യാവശ്യം നമുക്ക് വഴുതനങ്ങയും കിട്ടുന്നുണ്ട്. പിന്നെ പയർ ഞാൻ കൊടുത്തിട്ടില്ല. കാര്യം എന്നാന്ന് പറഞ്ഞാൽ, പയർ ഇവിടെ ആരും അടുത്തിട്ടില്ല, അത് കാരണം എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പയറും മടുപ്പായി എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതും ഞാൻ കൊടുത്തു തുടങ്ങുമായിരിക്കും.
എന്തായാലും എനിക്ക് ഈ ടെറസ് കൃഷി കൊണ്ട് വളരെ സന്തോഷവും മനസ്സിനൊരു ഭയങ്കര ഒരു ആശ്വാസമാണ് കിട്ടുന്നത്. പല സാഹചര്യങ്ങളിലും നമ്മൾ തളർന്നിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വന്നാൽ മതി, നമുക്ക് അത്രയ്ക്ക് സന്തോഷമാണ് കേട്ടോ. നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.